ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വയലാർ പ്രദേശത്ത് വീടിന് മുൻപിൽ ബൂത്ത് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടിന് മുൻപിൽ കെട്ടിയിരിക്കുന്ന CPIMന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച ദമ്പതികളെ CPIMന്റെ നേതാക്കന്മാർ വീട് കയറി ആക്രമിച്ചു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വയലാറിലാണ് സംഭവം നടന്നത്. CPIMന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് വീടിന് മുൻപിൽ നിർമ്മിച്ചപ്പോൾ അത്തരത്തിൽ തൻ്റെ ഭവനത്തിന് മുൻപിൽ ഒരു ബൂത്ത് കമ്മിറ്റി നിർമ്മിക്കരുതെന്ന് ആവശ്യപ്പെട്ട ദമ്പതികളെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു CPIMന്റെ പ്രാദേശിക നേതാക്കന്മാർ. CCTV ഫുട്ടേജിലൂടെ അവർ നടത്തിയ അക്രമം വ്യക്തമാവുകയും ചെയ്തു. ജോലി കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയോടുകൂടി തിരിച്ച് ഭവനത്തിലേക്കെത്തിയ ഗൃഹനാഥനെയും വീട്ടമ്മയുമാണ് CPIM നേതാക്കന്മാർ വീട് കയറി ആക്രമിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. സംഭവത്തെപ്പറ്റി ഗൃഹനാഥൻ പറയുന്നത് ഇങ്ങനെയാണ്. വീടിന് മുൻപിൽ ബൂത്ത് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചപ്പോൾ അത് പൊളിച്ച് നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം സ്ഥലത്തെ പ്രാദേശിക നേതാക്കന്മാരോട് അദ്ദേഹം ആവശ്യപ്പെടുകയും അതേ തുടർന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും തന്നെയും തൻ്റെ ഭാര്യയെയും അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ CPM നേതാക്കന്മാർ വീട്ടിലേക്ക് കടന്നു കയറുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ്. ഇത് 5 മണിക്ക് ഞാൻ ഓഫീസ് വിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ബൂത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബൂത്ത് ഇവിടെ കെട്ടിയത് ശരിയായില്ല, ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കലാണ്, അതുകൊണ്ട് ഇവിടെ ബൂത്ത് കെട്ടിയാൽ എല്ലാവരും വന്നിട്ട് ബഹളം ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് മാറ്റണമെന്ന് പറഞ്ഞു. അത് ഞാൻ അവരുടെ പാർട്ടിയുടെ ആൾക്കാരോട് തന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് പാർട്ടിയുടെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ആളിനെ ഫോൺ ചെയ്ത് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ വന്നിട്ട് എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വന്നതും എന്നെ വന്നിട്ട് എന്നെയും എൻ്റെ ഭാര്യയും തല്ലി താഴെയിട്ടു, ഒരുപാട് ഉപദ്രവിക്കുകയും എൻ്റെ തലക്കെട്ടൊക്കെ ഒരുപാട് ഇടിക്കുകയും അതും ഇതൊക്കെ ചെയ്തു. അങ്ങനെ എനിക്കിപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും നെഞ്ചുവേദനയൊക്കെ ഉണ്ട്. തെറി പറഞ്ഞ് അകത്ത് കയറിയ സംഘങ്ങൾ വീട്ടമ്മയുടെ നെഞ്ചിൽ ആഞ്ഞിടിക്കുകയും ഇരുവരെയും നിലത്ത് ഇട്ട് ചവിട്ടുകയും തെറി പറയുകയും ചെയ്തുവെന്നും അവർ പറയുന്നു. പറഞ്ഞിട്ട് തെറിയും പറഞ്ഞ് ഗേറ്റ് തുറന്ന് ഓടി വരുമായിരുന്നു. ഓടി വന്ന് ഉടനെ ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു രണ്ടുപേരും. എന്നെ വന്ന് പെട്ടെന്ന് ചേട്ടനെ തല്ലുകയും ഇടിക്കുകയോ എന്നെ പിടിച്ച് തള്ളി താഴെ ഇടുമായിരുന്നു. താഴെ ഇട്ട് എല്ലാം ഇവിടെ കൈക്കൊക്കെ കുത്തിപ്പിടിച്ച് ഇവിടെയുണ്ട്, ഇവിടെ ഇത്രയും നീരുണ്ട്, അതിവിടെയും പിടിച്ചിട്ടുണ്ട്. നെഞ്ചിനിങ്ങനെ പിടിച്ചാണ് താഴേക്ക് ഇട്ടത് തന്നെ. അത് കാരണം ഇപ്പോഴും നെഞ്ചുവേദനയുണ്ട്. ഇന്നലെ ആ വേദനയുടെ മരുന്ന് ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് പോലീസിൽ ദമ്പതികൾ പരാതിപ്പെടുകയും പോലീസ് മൊഴിയെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലും CPIMന്റെ നേതാക്കന്മാരെ കൊണ്ട് സാധാരണക്കാർക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞു.